ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. കേരള PSCയുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക്. നേരത്തെ PSC നടത്തിയ അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷയ്ക്ക് ക്ലിക്ക് ചാനലിനൊപ്പം കൂടിയ കുട്ടികൾക്ക് അറിയാമായിരിക്കും. അന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ADയുടെ പ്രിപ്പറേഷൻ വെറുതെ ആവില്ല എന്ന്. അയ്യോ, പരീക്ഷയ്ക്ക് അത് ഉപകാരപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നടന്നു. സിലബസ് അപ്പാടെ വന്നു, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സബ്ജക്റ്റ് ഒഴികെ. പരീക്ഷ എഴുതിയ കുട്ടികൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ ഇവിടെ ഞാൻ ഷെയർ ചെയ്യാണ്. അതായത് ADയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഈ 3 സബ്ജക്ട്സിൽ നിന്നും 70 മാർക്കിന് വന്ന ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിരുന്നു. എന്നാൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിലോ അത് നല്ല ടഫായിരുന്നു. ഏകദേശം ഒരു 10ലധികം ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ടൈപ്പും ന്യൂമറിക്കലും അങ്ങനെയായിരുന്നു ഈ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? AD പോസ്റ്റിലേക്ക് BTech ബിരുദമുള്ള, അതായത് ടെക്നിക്കലി ബേസിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ അറിവുള്ള, എന്നാൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിഷയത്തിൽ നല്ല ആഴത്തിൽ ധാരണയുള്ള കുട്ടികളെയാണ് അവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ട്. എന്നാൽ IEയുടെ സിലബസിൽ എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. ഈ വിഷയങ്ങൾ മാത്രം വരുമ്പോൾ ADയിൽ ചോദിച്ച ചോദ്യങ്ങളെ പോലെയുള്ള അത്രയും എളുപ്പമുള്ള ചോദ്യങ്ങൾ ആവില്ല വരാനായിട്ട് സാധ്യത. കുറേയധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും മെജോറിറ്റി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന തരത്തിലുള്ളതായിരിക്കും എന്നിവ ചോദിക്കാനുള്ള നല്ല സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പാനിക് ആവരുത്. പ്രസൻസ് ഓഫ് മൈൻഡ് വേണമെന്ന് റിപ്പീറ്റഡ്ലി പറയുന്നതിന് കാരണം ഇതാണ്. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ ഓരോ വിഷയത്തെക്കുറിച്ചും അത്യാവശ്യം നല്ല ധാരണ വേണം. PSC പരീക്ഷകൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിലവാരം കൂടുന്ന ഒരു ട്രെൻഡാണ് കണ്ടുവരുന്നത്. പക്ഷെ സ്റ്റിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണെങ്കിലും ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും 90% പഠിച്ച വിഷയത്തിന്റെ കണ്ടന്റ് റീകോൾ ചെയ്താൽ ഉത്തരത്തിൽ എത്താവുന്ന തരത്തിലുള്ളവയാണ്. ഒരു 10% മാത്രമേ ലോജിക്കലി വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പൊ നേരത്തെ നമ്മുടെ ചാനലിൽ പറഞ്ഞ പ്രകാരം February 4th മുതൽ 17th വരെയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ വിഷയങ്ങൾ എത്ര സമയം പഠിക്കണം, അത്തരത്തിലുള്ള ഒരു 14 days ഡ്യുവൽ ലാബ് നമ്മൾ പ്രപ്പോസ് ചെയ്യാണ് ഇവിടെ. ഞാൻ ഈ എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്യുക? ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മിഷൻ 11, ഇൻ വിച്ച് വി പ്ലാൻ ടു സ്റ്റഡി 11 modules in 11 weeks ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ട്. 25 days സ്പ്രിന്റ് വിത്ത് ക്ലിക്ക് എന്ന പ്ലാൻ ഫോളോ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഈ 2 കൂട്ടരും February 3 അവരവരുടെ പേസ് കീപ്പ് ചെയ്തുകൊണ്ട് പ്ലാൻ പ്രകാരം സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തെന്ന് ഞാൻ അസ്യൂം ചെയ്യും. ഇനി ഈ 2 കൂട്ടരെ കൂടാതെ ഈ കിട്ടുന്ന 14 ദിവസത്തിനുള്ളിൽ തങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികളും കാണും. സോ ഈ 14 days എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നതാണ് ഈ പറഞ്ഞ 14 days ഡ്യുവൽ ലാബിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിലെ ഒരു അപ്രോച്ച് ഒരു തിരിച്ചുപോക്കാണ്. ഓൾഡ് സ്കൂളിംഗ് ടെക്നിക്കാണ് ഇത്. നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. The very popular 2-3-5 method. ഇതിൽ നമ്മൾ ചെയ്യുന്നത് റിവൈസിങ് ദ കണ്ടന്റ്സ് 2 days after you learn it, then 3 days later, then 5 days later and finally 7 days later. അങ്ങനെ ഈ കിട്ടുന്ന 14 daysൽ നമ്മൾ 2 labs ആയി സ്പെസിഫിക് ടൈപ്പ് ഓഫ് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്ലാനിന്റെ ഭാഗമാകാൻ ഉദ്ദേശിക്കുന്നവരോട് പറയട്ടെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡെയിലി 4 hours സ്പെൻഡ് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം. ഓരോ ദിവസവും നിങ്ങൾ കവർ ചെയ്യേണ്ട വിഷയങ്ങൾ ഞാൻ ഷെയർ ചെയ്യും. ഓരോ വിഷയത്തിന്റെയും ഫ്ലോ എന്ന് പറയുന്നത് വാച്ച് ദ വീഡിയോ ഓൺ ദാറ്റ് ടോപ്പിക്, ദെൻ ഗോ ത്രൂ ദ നോട്ട്സ് വിത്ത് സൂപ്പർ capsules, ആൻഡ് ദെൻ ഇഫ് യു ആർ ഗെറ്റിംഗ് ടൈം യു ക്യാൻ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ ബാങ്ക് വി പ്രൊവൈഡഡ് ആൻഡ് ഫ്യൂ MCQs വീഡിയോ ഡിസ്കഷൻസ് ദാറ്റ് ഐ വിൽ അപ്ലോഡ് ഇൻ അവർ ചാനൽ അഗൈൻ. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഉള്ളിത്തട്ടി ആത്മാർത്ഥതയോടെ ഒരു 3 തവണ ഒരു കാര്യം മൈൻഡിൽ പറയണം. ഈ എക്സാമിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയേ പറ്റൂ. ഇത് ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ചിരി വരുന്നുണ്ടാവും. ഈ മിസ്സിന്റെ ഒരു കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് ലിസ്റ്റിൽ കയറി പറ്റിയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്നവരോടാണ് ഇജാതി ഡയലോഗ് അടിക്കണത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ.
നെവർ ലെറ്റ് സ്മോൾ മൈൻഡ്സ് കൺവിൻസ് യു ദാറ്റ് യുവർ ഡ്രീംസ് ആർ ടു ബിഗ്. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാവേ. അതായത് നേരത്തെ നടന്ന AD എക്സാം സമയത്ത് നമ്മളൊരു മാത്സിന്റെ പെയ്ഡ് ആയിട്ടുള്ള ചീറ്റ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു. 4 മൊഡ്യൂൾസിലെ കണ്ടന്റ്സ് മാത്രമേ അതിലുള്ളൂ. അത് കിട്ടുമോ എന്ന് ചോദിച്ച് കുറച്ച് കുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിൽ അവൈലബിൾ ആണ്, പെയ്ഡ് ആണ്. അപ്പൊ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. 50 റുപ്പീസേ വരുന്നുള്ളൂ. മറ്റ് മെറ്റീരിയൽസ് വേണ്ടവർക്കും കോണ്ടാക്ട് ചെയ്യാം. വാട്സപ്പിലെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് 14 ഡേയ്സ് നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാം. പിന്നെ യൂഷ്വൽ റൂട്ടീൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പേഴ്സ്പെക്റ്റീവില് ഞാൻ വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുമ്പോഴും കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഇത് ഓക്കെ ആണ്. അവർ ഈ വീഡിയോസിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ ചോദിക്കുമ്പോൾ ഐ എം ഗെറ്റിംഗ് ഹാപ്പി ആസ് എ നോർമൽ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, അപ്പൊ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ 4th പ്ലാന് ഞാൻ ഫെബ്രുവരി 3 തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. Once again, see you in the next video. Bye for now.